നമസ്കാരം, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റ് പൊസിഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് മാർക്കറ്റ് പൊസിഷനിങ്? സോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെഗ്മെന്റിനെയും ടാർഗറ്റിങ്ങിനെയും കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്നു വാട്ട് ഈസ് മാർക്കറ്റ് പൊസിഷനിങ്. എന്താണ് മാർക്കറ്റ് പൊസിഷനിങ്? 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ഐഡന്റിഫൈയിങ് ദ മാർക്കറ്റ് ടോട്ടൽ സൈസ്. മാർക്കറ്റിന്റെ ടോട്ടൽ സൈസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു ഡിഫൈനിങ് ഹൗ എ പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ഈസ് പെർസീവ്ഡ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ്. കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എങ്ങനെ പെർസീവ് ചെയ്തിരിക്കുന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അടുത്ത സി, ദ ലോഞ്ചിങ് എ പ്രോഡക്റ്റ് ഇൻ മൾട്ടിപ്പിൾ ജോഗ്രഫിക് റീജിയൻ. മൾട്ടിപ്പിൾ ജോഗ്രഫിക് റീജിയനിൽ നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് വിളിക്കുന്നത്. ഡെവലപ്പിംഗ് എ പ്രൊമോഷണൽ സ്ട്രാറ്റജി. നമ്മൾ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഏതായിരിക്കും ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? റൈറ്റ് ആൻസർ അറിയണമെങ്കിൽ ആദ്യം മാർക്കറ്റ് പൊസിഷനിങ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയണം. സോ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് വാഹനങ്ങളുടെ പേരുകളാണ്. സോ അപ്പോൾ BMW അവരുടെ മാർക്കറ്റിനെ പൊസിഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ, അതേസമയം ലെക്സസ് ലക്ഷറി എന്ന് പറയുന്ന ഫീച്ചേഴ്സാണ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലോട്ട് കൊണ്ടുവരുന്നത്. മെഴ്സിഡസ് ബെൻസ് എടുത്താൽ പ്രസ്റ്റീജ് ആണ് കൊണ്ടുവരുന്നത്. അതേസമയം എന്താണ്, ടൊയാറ്റയിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ റിലയബിലിറ്റി ആണ് കസ്റ്റമേഴ്സിൻ്റെ അടുക്കലോട്ട് എത്തിക്കുന്നത്. വോൾവോയിലോട്ട് പോയി കഴിഞ്ഞാൽ സേഫ്റ്റി ആണ് അവർ പറയുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റും കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലോട്ട് അവരുടെ ബ്രാൻഡ് ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അപ്പോൾ പൊസിഷനിങ് ഈസ് സിംപിളി മീൻസ് ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ഇമേജ് ഓർ ഗുഡ് വിൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് എ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലോട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സെഗ്മെന്റ് ചെയ്തു. സെഗ്മെന്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് 1-2 സെഗ്മെന്റുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്തു. ഇനി എന്താണ്, ആ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെഗ്മെന്റിലെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ ചെയ്യണം. എങ്ങനെ പൊസിഷൻ ചെയ്യാം? കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം, ഒരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളിപ്പോൾ സോപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. മെഡിമിക്സ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിലോട്ട് വരും ഇത് ആയുർവേദിക്കാണ്. ഹമാം എന്ന് പറഞ്ഞാൽ ആയുർവേദിക്കാണെന്ന് വരും. അതേസമയം ലെക്സ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ആണെന്ന് പറയും. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ, സന്തൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്യൂട്ടിയെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അതേസമയം ഡൗ എടുത്തു കഴിഞ്ഞാൽ ഗ്ലോ ഉള്ള ഫേസ് ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അതേസമയം നമ്മൾ എന്താണ്, ഡെറ്റോളിന്റെ സോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്ന രീതിയിലോട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഹൈജീൻ എന്ന് പറയുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഓരോ പ്രോഡക്റ്റുകളും അവരുടെ പ്രോഡക്റ്റിനെ എന്താണ് ഒരു സ്പെസിഫിക് രീതിയിൽ നമ്മുടെ മൈൻഡിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിച്ചിട്ടുണ്ട്, അല്ലെ ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിച്ച പേരാണ് പൊസിഷനിങ് എന്ന് വിളിച്ചത്. സോ അപ്പോൾ എന്തായിരിക്കും ഇതിനകത്തെ ആൻസർ? വാട്ട് ഈസ് പൊസിഷനിങ്? ഓപ്ഷൻ ബി, ദ ഡിഫൈനിങ് ഹൗ എ പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ഈസ് പെർസീവ്ഡ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ്. എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ മൈൻഡിലോട്ട് ഒരു പ്രോഡക്റ്റിനെ പെർസീവ് ചെയ്തിരിക്കുന്നതെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ആ പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം? ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ പ്രോഡക്റ്റ് മേടിക്കേണ്ട ഒരു ആവശ്യം വരുമ്പം നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആലോചിക്കും. അവിടെയാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് പൊസിഷൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് പൊസിഷനിങ്? പൊസിഷനിങ് നടത്തുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രൈമറി ഗോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, റെഡ്യൂസിങ് മാർക്കറ്റ് കോസ്റ്റ്. മാർക്കറ്റ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നു. ബി പറയുന്നു ക്രിയേറ്റിംഗ് എ യുണീക്ക് ആൻഡ് ഡിസൈറബിൾ പ്ലേസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് എ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസിന്റെ മൈൻഡിൽ നമ്മുടെ പ്രോഡക്റ്റിന് എന്താണ് യുണീക്ക് ആയിട്ടുള്ള, ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒരു യുണീക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ, പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു ഗോളായിട്ട്. അടുത്ത ഗോൾ പറയുന്നതാണ് ഇൻക്രീസിങ് ദ പ്രോഡക്റ്റ് അവൈലബിലിറ്റി. പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പൊസിഷനിങ് വഴി ഒരു ഗോളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ ഡിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാക്സിമൈസിങ് പ്രോഡക്റ്റ് എഫിഷ്യൻസി. പ്രോഡക്റ്റ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പൊസിഷനിങ്ങിൻ്റെ ഗോൾ എന്നാണ് പറയുന്നത്. സോ ഔട്ട് ഓഫ് 4 ഓപ്ഷൻസ് the right answer is option B, creating a unique and desirable place in the minds of a target audience.
നമ്മൾ തൊട്ട് മുന്നേ അതിൻ്റെ മീനിങ്ങിനകത്ത് അല്ലെ ഡെഫിനേഷനകത്ത് കണ്ടതാണ്. ദെൻ പൊസിഷനിങ് ഈസ് ക്രിയേറ്റിംഗ് പോസിറ്റീവ് ഇമേജ് ഓർ ദ ഗുഡ് വിൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ മൈൻഡിൽ നമുക്കൊരു പോസിറ്റീവ് ഇമേജ് കൊണ്ടുവരാൻ പറ്റിയാൽ, കൺസ്യൂമറുടെ മൈൻഡിൽ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ഒരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതാണ് സക്സസ്ഫുൾ പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഗോൾ എന്താ? ക്രിയേറ്റിംഗ് യുണീക്ക് ആൻഡ് ഡിസൈറബിൾ പ്ലേസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ്. സോ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ യുണീക്കായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് പ്രൈമറി ഗോളായിട്ട് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് എലമെന്റ് ഈസ് മോസ്റ്റ് ക്രിട്ടിക്കൽ ഇൻ ക്രിയേറ്റിംഗ് എ സ്ട്രോങ് പൊസിഷനിങ് സ്ട്രാറ്റജി? താഴെ കൊടുത്തിരിക്കുന്നതിൽ പൊസിഷനിങ് സ്ട്രാറ്റജിയെ സ്ട്രോങ് ആക്കുന്ന ദെൻ ഒരു എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, അണ്ടർസ്റ്റാൻഡിങ് കോമ്പറ്റീറ്റേഴ്സ് പൊസിഷനിങ്. കോമ്പറ്റീറ്റേഴ്സിന്റെ പൊസിഷനിങ് സ്ട്രാറ്റജിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓപ്ഷൻ ബി പറയുന്നു ഓഫറിങ് എ ലോവസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ എന്നാണ് പ്രോഡക്റ്റ് ഓഫർ ചെയ്യുക എന്ന് പറയുന്ന സ്ട്രാറ്റജി. അടുത്ത ഹാവിങ് എ വൈഡ് പ്രോഡക്റ്റ് റേഞ്ച്. ധാരാളം പ്രോഡക്റ്റ് റേഞ്ച് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഓഫർ ചെയ്യുക എന്ന് പറയുന്നതാണ് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നു. ലോഞ്ചിങ് ഫ്രീക്വൻറ്റ് അഡ്വർടൈസ്മെൻറ്റ്. ഫ്രീക്വൻ്റ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ എന്താണ് ലോഞ്ച് ചെയ്യുന്നതാണ് ദെൻ ഇതിനകത്തെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രോങ് പൊസിഷനിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നു. ദെൻ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഈസ് മോസ്റ്റ് ക്രിട്ടിക്കൽ ഇൻ ക്രിയേറ്റിംഗ് സ്ട്രോങ് പൊസിഷനിങ് സ്ട്രാറ്റജി? സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനിങ് സ്ട്രാറ്റജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ക്രിട്ടിക്കൽ എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ദെൻ റൈറ്റ് ആൻസറിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന 3 വാഹനങ്ങളാണ്, ബെൻസ്, വോൾവോ, BMW. ബെൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരത് പൊസിഷനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ദ ക്ലാസിക് പ്രസ്റ്റീജ്, ദ കംഫർട്ടബിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ദ ബെസ്റ്റ് ഓർ നത്തിങ്. അപ്പോൾ കംഫർട്ടബിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒരു ഡ്രൈവിങ്ങിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക? ബെൻസ് എടുക്കുക എന്നുള്ള രീതിയിലാണ്. BMW വന്നാൽ അങ്ങനെയല്ല, അൾട്ടിമേറ്റ് പെർഫോമൻസ്, സ്പോർട്ടി, ഇത് അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ. ദെൻ സ്പോർട്ടി ഡ്രൈവിംഗ് മെഷീനെ കുറിച്ചാണ് പറയുന്നത്. ബെൻസ് പ്രസ്റ്റീജിനെ കുറിച്ചാണ് അവരോട് ഡിസ്കസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദെൻ BMW പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഡ്രൈവിംഗ് മെഷീൻ ആണെന്നാണ്. വോൾവോ പറയുന്നു വോൾവോ ഫോർ ലൈഫ് ആണ്, സേഫ് ആൻഡ് കംഫർട്ടബിൾ ഡ്രൈവ്. അപ്പോൾ അവർ സേഫ്റ്റിക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 വാഹനങ്ങൾ കൊടുത്തിരിക്കുന്നു. അതേസമയം നോക്കിയാൽ തൊട്ടപ്പുറത്ത് കൊക്കക്കോളയും പെപ്സിയും എടുത്തിരിക്കുന്നു. ദെൻ കൊക്കക്കോളയും പെപ്സി എടുത്തിരിക്കുന്ന സ്ട്രോങ് കോമ്പറ്റീറ്റേഴ്സ് ആണ്. ദെൻ ആ കോമ്പറ്റീറ്റേഴ്സിനെ ബേസ് ചെയ്താണ് അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്തെ വാഹനങ്ങൾ എടുത്താൽ 3 വാഹനങ്ങളും ആ വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ ബേസ് ചെയ്താണ് അവരുടെ പൊസിഷനിങ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? ദ അണ്ടർസ്റ്റാൻഡിങ് കോമ്പറ്റീറ്റേഴ്സ് പൊസിഷനിങ്. നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ത് പൊസിഷനിങ് സ്ട്രാറ്റജിയാണോ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പൊസിഷനിങ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. സോ അപ്പം മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? അണ്ടർസ്റ്റാൻഡിങ് കോമ്പറ്റീറ്റേഴ്സ് പൊസിഷനിങ് സ്ട്രാറ്റജി. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ കീ ബെനിഫിറ്റ് ഓഫ് എഫക്റ്റീവ് മാർക്കറ്റ് പൊസിഷനിങ്? എഫക്റ്റീവ് മാർക്കറ്റ് പൊസിഷനിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഓപ്ഷൻ എ, റെഡ്യൂസിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. അട്രാക്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്, പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. ഡിഫറൻഷിയേറ്റിംഗ് ദ പ്രോഡക്റ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇൻക്രീസിങ് പ്രോഡക്റ്റ് ഷെൽഫ് ലൈഫ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ദ കീ ബെനിഫിറ്റ് മാർക്കറ്റ് പൊസിഷനിങ്ങിൻ്റെത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഓപ്ഷൻ ഏതായിരിക്കും എന്ന് നമ്മൾ നോക്കുന്നതിന് മുമ്പായിട്ട് ദെൻ ഈ പറഞ്ഞിരിക്കുന്ന കുറേ ലോഗോസ് അല്ലെ കുറേ എന്താണ് പേരുകൾ, പ്രോഡക്റ്റ് നെയിമുകൾ തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്താണ് പല രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതിനൊരു പൊസിഷനിങ് ഉണ്ട്. ദെൻ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ, കൊക്കക്കോള എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ്, IBM, ടൊയോറ്റോ, സാംസങ് തുടങ്ങിയ എന്താണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ലോഗോയും നമ്മുടെ മനസ്സിലോട്ട് എന്താണ് ഒരു പ്രോഡക്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ കമ്പനികളൊക്കെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ മൈൻഡിൽ എന്താണ് ഈ പേരുകൾ കേൾക്കുമ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നോക്കിയേ, വാട്ട് ഈസ് ദ കീ ബെനിഫിറ്റ് ഓഫ് എഫക്റ്റീവ് മാർക്കറ്റ് പൊസിഷനിങ്? എന്താണ്? ഡിഫറൻഷിയേറ്റിംഗ് ദ പ്രോഡക്റ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ മെയിൻ ബെനിഫിറ്റ് എന്താണ്?
കോമ്പറ്റേറ്റേഴ്സ് പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കണം. തൊട്ട് മുന്നേ കുറേ എന്താണ് കമ്പനിയുടെ പേരുകൾ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമുകൾ നെയിമുകളൊക്കെ കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പറ്റേറ്റേഴ്സ് പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ഇമേജ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. അപ്പം ഏറ്റവും കീ ബെനിഫിറ്റ് ആയിട്ട് മാർക്കറ്റ് പൊസിഷനിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ നിലനിർത്തുന്ന കീ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻഷിയേറ്റിംഗ് ദ പ്രോഡക്റ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പം കൂടെയുള്ള പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The next one, if a company position its product as the most affordable option, it is using which type of positioning? നമ്മൾ എന്താണ് ഒരു പൊസിഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണ്. പല രീതിയിൽ നമുക്ക് പൊസിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലോട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ പ്രോഡക്റ്റ് പ്രീമിയം പ്രോഡക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ എന്താണ് ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് ആണെന്നോ അഫോർഡബിൾ പ്രോഡക്റ്റ് ആണെന്നോ പ്രൈസിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ യൂസേജിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് മോസ്റ്റ് അഫോർഡബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ് പൊസിഷൻ ചെയ്യുവാണെങ്കിൽ ഓപ്ഷൻ എ ക്വാളിറ്റി ബേസ്ഡ് പൊസിഷനിങ് ആണോ, ഓപ്ഷൻ ബി ബെനിഫിറ്റ് ബേസ്ഡ് പൊസിഷൻ ആണോ, ഓപ്ഷൻ സി പ്രൈസ് ബേസ്ഡ് പൊസിഷനിങ് ആണോ, ഓപ്ഷൻ ഡി യൂസേജ് ബേസ്ഡ് പൊസിഷൻ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. മോസ്റ്റ് അഫോർഡബിൾ എന്ന് പറയുന്ന രീതിയിൽ വരുമ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി പ്രൈസ് ബേസ്ഡ് പൊസിഷനിങ് ആണ്. പ്രൈസ് ബേസ്ഡാ. അപ്പം മോസ്റ്റ് അഫോർഡബിൾ ആകുമ്പോൾ ടാറ്റ നാനോ കാർ എന്നാണ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ദ ചീപ്പസ്റ്റ് കാർ എന്ന് പറയുന്ന രീതിയിലാണ് അതിനെ പൊസിഷൻ ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ടാറ്റ നാനോ എന്താണ് ഫെയിലിയർ ആയിരുന്നു. പിൽക്കാലത്ത് ടാറ്റ തന്നെ എന്താണ് നമ്മളോട് പല മീഡിയ വഴിയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം മോസ്റ്റ് അഫോർഡബിൾ കാർ എന്നായിരുന്നു അനൗൺസ് ചെയ്തിരുന്നതെങ്കിൽ സക്സസ് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ പൊസിഷനിങ് ചെറുതായിട്ടൊന്ന് മാറി. ചീപ്പസ്റ്റ് കാർ എന്ന് പറയുന്ന പൊസിഷനിങ് സ്ട്രാറ്റജിയും മോസ്റ്റ് അഫോർഡബിൾ കാർ എന്ന് പറയുന്ന പൊസിഷനിങ് സ്ട്രാറ്റജിയും രണ്ടും ഡിഫറെൻറ്റാണ്. അഫോർഡബിൾ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അല്ലെ പൊസിഷൻ സ്ട്രാറ്റജി മോസ്റ്റ് അഫോർഡബിൾ കാർ എന്നായിരുന്നുവെങ്കിൽ അത് പ്രൈസ് ബേസ്ഡ് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആകുമെന്ന് പറഞ്ഞു. അപ്പം ഓരോ മാർക്കറ്റും വലിയ കമ്പനികളാണെങ്കിൽ പോലും നമ്മൾ പൊസിഷനിങ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പം മോസ്റ്റ് അഫോർഡബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഓപ്ഷൻ സി പ്രൈസ് ബേസ്ഡ് പൊസിഷനിങ്. The next one, what is a repositioning in marketing? എന്താണ് മാർക്കറ്റിങ്ങിനകത്ത് റീപൊസിഷനിങ് എന്ന് പറയുന്നത്? ലോഞ്ചിങ് ദ സെയിം പ്രോഡക്റ്റ് അണ്ടർ എ ഡിഫറെൻറ്റ് നെയിം. സെയിം പ്രോഡക്റ്റ് വേറെ പേരിൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതാണോ? മോഡിഫൈങ് ദ ബ്രാൻഡ് ഇമേജ് ടു അപ്പീൽ ടു എ ന്യൂ ടാർഗറ്റ് മാർക്കറ്റ് ഓർ അഡോപ്റ്റ് എ കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മുടെ എന്താണ് പ്രോഡക്റ്റ് മോഡിഫൈ ചെയ്തല്ല, നമ്മുടെ ബ്രാൻഡ് മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു ഇമേജുമായിട്ട് ടാർഗറ്റ് മാർക്കറ്റിൽ എത്തുക, അല്ലെങ്കിൽ കോമ്പറ്റീഷനുമായിട്ട് അഡാപ്റ്റബിൾ ആകുന്ന രീതിയിൽ പുതിയ രീതിയിൽ പ്രോഡക്റ്റിനെ മോഡിഫൈ ചെയ്തിട്ട് അതിനെ നമ്മളെന്താണ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലോട്ട് എത്തിക്കുന്ന സ്ട്രാറ്റജി. അടുത്തതാണ് എക്സ്പാൻഡിങ് പ്രോഡക്റ്റ് ലൈൻ. നമ്മുടെ പ്രോഡക്റ്റ് ലൈൻ നമുക്ക് നിലവിൽ 2 പ്രോഡക്റ്റ് ലൈൻ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുതിയതായിട്ട് പ്രോഡക്റ്റ് ലൈനുകൾ ആഡ് ചെയ്യുന്നതാണോ നമ്മുടെ റീപൊസിഷനിങ്, അതോ ഇൻക്രീസിങ് അഡ്വർടൈസിങ് ഫ്രീക്വൻസി? ഫ്രീക്വൻ്റ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണോ റീപൊസിഷനിങ് എന്ന് വിളിക്കുന്നത്? സോ എന്താണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് മോഡിഫൈങ് ദ ബ്രാൻഡ് ഇമേജ് ടു അപ്പീൽ ടു എ ന്യൂ ടാർഗറ്റ് മാർക്കറ്റ് ഓർ അഡോപ്റ്റ് കോമ്പറ്റീഷൻ. പുതിയ എന്താണ് ടാർഗറ്റ് മാർക്കറ്റിൽ നമ്മളെന്താണ് ഒരു പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ എന്താണ് മോഡിഫൈ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് റീപൊസിഷനിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന വെസ്പ എന്ന് പറയുന്ന സ്കൂട്ടർ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് അവരെന്ത് ചെയ്തു, അതിനെ ലോഞ്ച് ചെയ്തു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുതിയ മാറ്റങ്ങൾ വരുത്തി പുതിയ ടെക്നോളജി യൂസ് ചെയ്ത് അതിനെ റീപൊസിഷൻ ചെയ്യാനായിട്ട് മാർക്കറ്റിൽ ശ്രമിച്ചു. സോ എന്ന് പറയുന്ന പോലെ നമ്മുടെ എന്താണ് നിലവിലുള്ള ഒരു ബ്രാൻഡിനെ മോഡിഫൈ ചെയ്തിട്ട് ഒരു പുതിയ അപ്പീലുമായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ, ടാർഗറ്റ് ഓഡിയൻസിൻ്റെ മനസ്സിൽ പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അതിനെ നമുക്ക് റീപൊസിഷനിങ് ഇൻ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മോഡിഫൈങ് ദ ബ്രാൻഡ് ഇമേജ് ടു അപ്പീൽ ടു ദ ന്യൂ ടാർഗറ്റ് മാർക്കറ്റ് ഓർ അഡോപ്റ്റ് ടു കോമ്പറ്റീഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റ് പൊസിഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.